എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചില വാർത്തകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. 2025 ഏപ്രിൽ ബാച്ചിലേക്കുള്ള NIOS SSLC +2 കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ SSLC +2 പഠനം LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ 2024 ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന NIOS SSLC +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ക്രാഷ് കോഴ്സ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിലും ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. പിന്നെ 2024 ഏപ്രിലെ പരീക്ഷ എഴുതി ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് ഫെയിൽ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വരുന്ന ഒക്ടോബർ ബാച്ചിലേക്കോ അല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ഒക്കെ എഴുതി നിങ്ങളുടെ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ നിങ്ങൾ നല്ലൊരു മാർക്കോട് കൂടി വിജയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നമ്മുടെ ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പൊ മിസ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 2024 ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന NIOS SSLC +2 വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ PCP ക്ലാസ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് മിസ് ഡയറക്റ്റ് വന്നിരിക്കുന്നത്. എല്ലാ സ്റ്റഡി സെന്ററുകളിലും ഈ ഒരു ജൂലൈ ഫസ്റ്റ് വീക്കോട് കൂടി തന്നെ PCP ക്ലാസ്സുകൾ ആരംഭിക്കും എന്നുള്ള ഒരു വാർത്തയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള SSLC +2 വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഏത് ഗ്രൂപ്പാണോ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണോ എടുത്തിരിക്കുന്നത് ആ സബ്ജക്റ്റുകളുടെ എല്ലാം തന്നെ PCP ക്ലാസ്സുകൾ നമുക്ക് സ്റ്റഡി സെന്ററുകളിൽ നിന്ന് ലഭ്യമാകുന്നതാണ് കേട്ടോ. അപ്പൊ എന്താണ് PCP എന്നുള്ളത് മിസ് ഒന്ന് പറഞ്ഞു തരാം. പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാം എന്നാണ് ഈ ഒരു PCP കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒന്നുമില്ല, നിങ്ങൾ NIOS അഡ്മിഷൻ എടുത്തിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അതത് സ്റ്റഡി സെന്ററുകളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് NIOS അനുവദിച്ചിരിക്കുന്ന സ്റ്റഡി സെന്ററുകളിൽ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ എല്ലാം തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാണ്. സോ ഈ ഒരു ക്ലാസ്സുകളുടെ മുമ്പോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ NIOSന്റെ ID കാർഡിലുള്ള സെന്റർ ഏതാണോ അല്ലെങ്കിൽ സ്റ്റഡി സെന്റർ ഏതാണോ ആ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഈ ഒരു PCP ക്ലാസ്സുകളുടെ വിവരങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം വേണം നിങ്ങൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. NIOSൽ SSLC +2 കോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമ്മുടെ തിയറി വിഷയത്തിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രാക്ടിക്കൽ വിഷയങ്ങൾക്കാണ് കേട്ടോ. ഈ ഒരു PCP ക്ലാസ്സിനെ സംബന്ധിച്ച് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രാക്ടിക്കൽ വിഷയങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ PCP ക്ലാസ്സസിന് നമുക്ക് അതത് സ്റ്റഡി സെന്ററുകളിൽ നിന്ന് മാർക്കുകൾ ഉള്ളതാണ് നിങ്ങൾ ഈ ഒരു PCP ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനനുസരിച്ച്. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാർത്ഥി പോലും ഈ ഒരു PCP ക്ലാസ് മിസ് ചെയ്തേക്കരുത്. നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട്, ഇപ്പൊ സ്റ്റഡി സെന്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത് നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ഒരിക്കലും അങ്ങനെയല്ല. നമ്മുടെ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോൾ, നമ്മുടെ അഡ്മിഷൻ കൺഫേം ആയി കഴിയുമ്പോൾ നമ്മുടെ NIOS നിന്ന് കിട്ടുന്ന നമ്മുടെ ID കാർഡ്, ആ ഒരു ID കാർഡിൽ കാണിച്ചിരിക്കുന്ന സ്റ്റഡി സെന്റർ ഏതാണോ അതാണ് നിങ്ങളുടെ സ്റ്റഡി സെന്റർ. ആ സ്റ്റഡി സെന്ററിലേക്ക് വേണം നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട്. അവിടെയാണ് നിങ്ങളുടെ PCP ക്ലാസ്സുകൾ നടക്കുന്നത്. ഇനി ചില സിറ്റുവേഷനിൽ ഈ ഒരു സ്റ്റഡി സെന്ററുകളിൽ ചിലപ്പം PCP ക്ലാസ്സുകളൊന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില സന്ദർഭത്തിൽ ഈ സ്റ്റഡി സെന്ററുകൾ നിലവിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലേക്ക് NIOSന്റെ ഭാഗത്തു നിന്ന് ഒരു ലെറ്റർ വന്നിട്ടുണ്ടാവും. ആ ലെറ്ററിൽ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സ്റ്റഡി സെന്റർ ഏതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ID കാർഡുള്ള സ്റ്റഡി സെന്റർ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ കറക്റ്റ് സ്റ്റഡി സെന്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ലെറ്റർ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ ആ ലെറ്ററിൽ കാണിച്ചിരിക്കുന്ന സ്റ്റഡി സെന്ററുമായിട്ട് വേണം നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു PCP ക്ലാസ് നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഇതിനൊരു മാർക്ക് ഉള്ളതാണ്. അത് വെറുതെ നഷ്ടപ്പെടുത്തി കളയരുത്. ഇനി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, മിസ് ഈ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ വിഷയങ്ങൾ എടുത്ത കുട്ടികൾ മാത്രം മതിയോ ഈ PCP ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത്? തിയറി വിഷയങ്ങൾ ചൂസ് ചെയ്ത വിദ്യാർത്ഥികൾക്കുണ്ടോ PCP ക്ലാസ്? ഞങ്ങൾ സ്റ്റഡി സെന്റർ കോൺടാക്ട് ചെയ്തപ്പോൾ മലയാളത്തിനും ഇംഗ്ലീഷിനൊക്കെ ക്ലാസ് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളുടെയും PCP ക്ലാസ്സുകൾ അതത് സ്റ്റഡി സെന്ററിൽ നിന്ന് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അവർ നിങ്ങളോട് പറയും. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷിനും മലയാളത്തിനും എല്ലാ വിഷയത്തിനും PCP ക്ലാസ്സുകൾ ലഭ്യമാണ്. അത് സ്റ്റഡി സെന്ററുകാർ നിങ്ങൾക്ക് നൽകുന്ന ക്ലാസ്സുകളാണ്. അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അത് മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണോ, എങ്ങനെയാണ് മുമ്പോട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് മിസ് പറഞ്ഞ പോലെ
പറഞ്ഞ പോലെ നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ വിശദ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. അത് വെച്ചിട്ട് വേണം നിങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഈ ഒരു PCP ക്ലാസ്സസിന് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതും കൂടെ പറയാം. ഒന്നുമില്ല, നമ്മുടെ പ്രാക്ടിക്കൽ വിഷയത്തിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഒരു നോട്ട്ബുക്ക്, അതോടൊപ്പം തന്നെ നമ്മുടെ ഹോൾ ടിക്കറ്റ്, മീൻസ് PCP ക്ലാസ്സസിനെ ബേസ് ചെയ്തിട്ട് ഒരു ഹോൾ ടിക്കറ്റ് ഒക്കെ നമുക്ക് NOSന്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഹോൾ ടിക്കറ്റ് നമുക്ക് ഉണ്ടാവണം നമ്മുടെ കയ്യിൽ. അതോടൊപ്പം തന്നെ നമ്മുടെ NOSന്റെ ID കാർഡ്, പിന്നെ ഒരു ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ട്. എന്തെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു അഡ്രസ് പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ PCP ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവേണ്ടത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ PCP ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് PCP ക്ലാസ് നടത്തുന്ന സ്റ്റഡി സെന്ററോട് ചോദിക്കാവുന്നതാണ് പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കുകൾ തയ്യാറാക്കുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ. അപ്പം അത് അവരായിട്ട് തരികയാണെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരം വേണം നിങ്ങൾ ആ ഒരു റെക്കോർഡ് ബുക്കുകളൊക്കെ തയ്യാറാക്കേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾഡ് സ്റ്റുഡൻസിന്റെ നോക്കി എഴുതാവുന്നതാണ്. അതൊക്കെ നമ്മുടെ സ്റ്റഡി സെന്ററിൽ നിന്ന് പറഞ്ഞു തരും കേട്ടോ. അതനുസരിച്ച് വേണം നിങ്ങൾ ഈ റെക്കോർഡ് ബുക്കുകളൊക്കെ തയ്യാറാക്കും. അപ്പോൾ പ്രാക്ടിക്കൽ വിഷയങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലിന്റെ റെക്കോർഡ് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ എത്ര എക്സ്പെരിമെന്റ്സ് എഴുതണം, ഏതൊക്കെ എക്സ്പെരിമെന്റ്സ് എഴുതണം, ഇതൊക്കെ സ്റ്റഡി സെന്ററിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ PCP ക്ലാസ് എന്ന് പറയുന്നത് NIOSൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും കർശനമായിട്ട്, അല്ലെങ്കിൽ എല്ലാവരും നിർബന്ധമായിട്ടും ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഇതിനൊരു മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ആരും ഈ ഒരു ക്ലാസ് മിസ് ചെയ്യരുത്. അപ്പൊ ഈ ഒരു PCP ക്ലാസ്സസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. കാരണം ഈ ഒരാഴ്ചകളിലൊക്കെ ജൂലൈ ഫസ്റ്റ് വീക്കൊക്കെ പല സ്റ്റഡി സെന്ററുകളിലും ഈ ഒരു ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോകുന്നുണ്ട്. അതിന്റെ കുറേ വിവരങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ NOSന്റെ നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. മറ്റു വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. NOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.